അപ്പോൾ ഞാനും അമ്മയും കാശും കൂടിയിട്ട് ടൗൺ വരെ പോകാട്ടെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, കുറച്ച് സാധനം നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ രാധികേച്ചി നേരെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, എന്താ വെച്ചാൽ കുറച്ച് വിളക്കും അതേപോലെ പുതിയ വീട്ടിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാനും അജ്ജു പാടിക്ക് പോയിട്ടുണ്ട്. ഞാനും കാശും അമ്മയും കൂടി ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഓട്ടോ വന്നു. ഓട്ടോയിൽ നമ്മൾ 3 പേരും പോകുന്നുണ്ട്. രാധികേച്ചി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മൾ വാങ്ങാനിരുന്നത് മറ്റേ കിണ്ടി, തളിക, ഉരുളി, ആ പോലത്തെ കുറച്ച് സംഭവമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സമയം ഏകദേശം ഒരു 5:30 മണി കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ തന്നെ. അതുകൊണ്ട് നല്ല ഒരു വ്യൂ ആയിട്ട്, നല്ലൊരു സൂര്യപ്രകാശമെല്ലാം, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. പ്രസ് ക്ലബ്ബ് അങ്ങനെ എത്തി. ഇത് പഴയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കടയാട്ടോ. അപ്പോൾ ഇതിൽ വിളക്ക്, വിഗ്രഹങ്ങൾ, അതുപോലെ എല്ലാം നമുക്ക് നമ്മളെ ദൈവത്തിൻ്റെ റൂമിൽ വേണ്ട എല്ലാ തരം സംഭവങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ എന്താ വേണ്ട, പക്ഷെ എനിക്ക് സത്യമായിട്ടില്ലേ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതുപോലത്തെ വിളക്കിനും ഉരുളിക്കും അതേപോലെ കിണ്ടിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചൊരു 1000-1000-നുള്ളിൽ ഒതുങ്ങുന്ന സാധനങ്ങളാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇതിപ്പോൾ വാങ്ങാൻ പോയിട്ട് എനിക്ക് അറിഞ്ഞു നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച വിളക്കിന് തന്നെ 4000 സംതിങ് അങ്ങനെ റേറ്റ് ഉണ്ട്. ചെറിയ ഒരു ഓടിൻ്റെ പാത്രമാണെങ്കിൽ കൂടി അതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ കാണുന്ന മറ്റേ ആനേൻ്റെ നെറ്റിപ്പട്ടില്ലേ, അതിന് 7000 ആട്ടോ. ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. അതുപോലെ തന്നെ അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ട്, അതും പറയണം. അങ്ങനെ ഞാനും കാശിയും അമ്മയും രാധേച്ചി എത്തി കേട്ടോ. അമ്മയും രാധേച്ചിയും കൂടി അവിടെ എല്ലാം നോക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ കാശി ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം കാശി അവിടെ ഇറക്കുന്നു എടുക്കുന്നു. കാരണം അവൻ ഫുള്ള് വിളക്കെല്ലാം പോയിട്ട് ഫുള്ള് വിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവനവിടെ നിലത്തിറക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തട്ടിമുട്ടി വീണ് കഴിഞ്ഞാൽ അവനും വേനെടുക്കും, അതുപോലെ സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അതും നമുക്കൊരു പ്രശ്നമാവില്ലേ. അങ്ങനെ കാശി കുറേ സമയം കളിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 7 മണി എന്തോ ആയിട്ടാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ 6 മണിയായി. പിന്നെ അവിടെ കുറേ കാശി അതിൻ്റെ അകത്ത് തന്നെ കുറേ കളിച്ചു. പിന്നെ ഇത് സെലക്ട് ചെയ്യാൻ അമ്മ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ നല്ല സാധനം നോക്കിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചു. ഒരു 5-6-7 ഐറ്റം വാങ്ങിനി. പിന്നെന്താ, അങ്ങനെ നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് പോകാട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിച്ച സാധനങ്ങളുണ്ട്. അതേപോലെ രാധേച്ചിൻ്റെ കയ്യിൽ കാശിയുണ്ട്, വാങ്ങിച്ച സാധനമുണ്ട്, പിന്നെ അമ്മയുണ്ട്. അങ്ങനെ ആ സൈഡിലേക്ക് കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മളൊരു ഐസ്ക്രീം പാർലറിൽ കയറി, പഴയ ബസ് സ്റ്റാൻഡ് തന്നെ. അപ്പോൾ അവിടെ കയറി കാശിക്ക് നല്ല വിശന്നു കേട്ടോ. ആ സമയത്ത് കുറേ സമയം എൻ്റെ അടുത്ത് കളിച്ചില്ലേ. അങ്ങനെ ഐസ്ക്രീം വന്നു, ഐസ്ക്രീം കഴിച്ചു. കാശി ഫുൾ ഐസ്ക്രീമിൽ പെരങ്ങി തന്നെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ അവൻ തന്നെ കോരി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനും കഴിച്ചു. നമ്മൾ ഫ്രൂട്ട് സലാഡാട്ടോ കഴിച്ചത്. കാരണം വിശക്കുന്നതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് പോകുമ്പോൾ കുറച്ച് വയറുന്നറിയല്ലോ. അങ്ങനെ ഫ്രൂട്ട് സലാഡ് കഴിച്ചു. കുറേ സമയം അവിടെ കുറേ ടൈം പോയി. എന്താ വെച്ചാൽ കുഞ്ഞുള്ളത് കാരണം കുഞ്ഞിക്ക് ഫുഡ് അങ്ങനെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വിചാരിച്ച പോലെ ഒന്നും എണീറ്റ് വരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്